ഒരു വക്കീലിനെ CK ശ്രീധരനെ വരെ ഇതിനകത്ത് നടത്തിയെടുത്തുകൊണ്ട് വലിയ ഡീല് നടത്തിക്കൊണ്ട് എന്താണ് ഡീൽ എന്ന് ഇനി CPM വെളിപ്പെടുത്തണം. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് അവർ മുന്നോട്ട് പോയി. അവസാനം CBI വന്നു, അന്വേഷണം വളരെ കൃത്യമായി നടത്തി. ഇന്ന് രണ്ട് കുടുംബത്തിന്റെയും പാർട്ടിയുടെയും വാദങ്ങൾ അംഗീകരിച്ചുകൊണ്ടുള്ള, അതായത് ഇതിനകത്ത് ഗൂഢാലോചന ഉണ്ടായിട്ടുണ്ട്, CPMന്റെ നേതൃത്വത്തിന്റെ അറിവോട് കൂടിയാണ് ഈ കൊലപാതകം നടന്നത് എന്നതിന്റെ ഏറ്റവും വ്യക്തമായ തെളിവാണ് ഇന്ന് ഈ കേസിനകത്ത് CPMന്റെ ഏറ്റവും പ്രമുഖരായ നേതാക്കന്മാർ, ജില്ലയിലെ മുൻ MLA KV കുഞ്ഞിരാമൻ ഉൾപ്പെടെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മണികണ്ഠൻ ഉൾപ്പെടെയുള്ള ആളുകൾ കുറ്റക്കാരാണ് എന്നുള്ള ഏറ്റവും ശക്തമായ വിധി വന്നിട്ടുള്ളത്. കുറച്ചുപേരെ വെറുതെ വിടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വക്കീലും പാർട്ടിയും ബാക്കി കാര്യങ്ങളും ആലോചിച്ച് തുടർ നടപടിയുമായി പാർട്ടി മുന്നോട്ട് പോകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. തീർച്ചയായും ഞങ്ങൾ ആദ്യാവസാനം വെച്ച വാദങ്ങളൊക്കെ ശരിപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു വിധിയാണ് വന്നിട്ടുള്ളത്. ഇതിനകത്ത് ഇനി ഇവർക്കുള്ള ശിക്ഷ വിധിക്കുന്ന സമയത്ത് ഏറ്റവും ശക്തമായ കടുത്ത ശിക്ഷ തന്നെ കിട്ടും എന്നുള്ള പ്രതീക്ഷയും ഞങ്ങൾക്കുണ്ട്.